ജനവാസ മേഖലയിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കാട്ടാന കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കിടങ്ങ് നിർമ്മിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കോന്നി കുളത്തുമണ്ണിൽ വന്യജീവികളുടെ ശല്യം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വീടിന് തൊട്ടടുത്തുവരെ കാട്ടാനക്കൂട്ടമെത്തി. ഇതോടെ കനത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പം ഇത്രയും അടുത്ത് വന്നേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നേരത്തെ ആ കണ്ടത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഇറങ്ങി മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആന നല്ല സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു 4:30 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പം പോയി. ഞാൻ 5:45, 6 മണിയായപ്പോഴാണ് വെളിയിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പം പൂരപ്പറമ്പിനേക്കാളും കഷ്ടമായിട്ടാണ് കിടക്കുന്നത്. കൃഷി ഉപജീവനമാർഗമാക്കിയ കുടുംബങ്ങളാണ് ഇവിടെ അധികവും. മാസങ്ങളായുള്ള ഇവരുടെ അധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനകൾ നശിപ്പിച്ചത്. ആന കൂട്ടമായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് കൃഷി, വാഴയും തെങ്ങും പ്ലാവും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ പുറത്തായിരുന്നു ഇട്ടിരുന്നത്. വണ്ടികളൊക്കെ എന്തായാലും ഒന്നും നശിപ്പിച്ചിട്ടില്ല. വനാതിർത്തിയിൽ സൗരോർജ്ജ വേലികളോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്ന് കാലങ്ങളായി വനംവകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. ഇക്കാര്യത്തിൽ നിരവധി ഉറപ്പുകൾ നാട്ടുകാർക്ക് ലഭിച്ചെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇനിയെങ്കിലും തങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.